നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 673rd day. Today 32nd sloka of Prathama Skanda 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 673 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഏതത് സംസൂചിതം ബ്രഹ്മം സ്ഥാപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മബ്രഹ്മണി ഭാവിതം. ഓം തത്സത്. ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മബ്രഹ്മണി ഭാവിതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം യത് ഈശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. അതായത് ഈശ്വരേ സർവനിയന്താതാവും ഭഗവതി ഭഗവാനുമായ ബ്രഹ്മണി ബ്രഹ്മത്തിൽ ഭാവിതം സമർപ്പിക്കപ്പെടുന്ന കർമ്മം യത് യാതൊന്നു ഏതത് ഇത് ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ. അതായത് വ്യാസമഹർഷിയാണ് ഹേ ബ്രാഹ്മണ എന്ന് സംബോധന ചെയ്യുന്നത്. താപത്രയ ചികിത്സിതം 3 വിധ താപങ്ങളെയും ഭൗതികം ഇങ്ങനെ പറയുന്ന 3 ആധ്യാത്മികം ഇങ്ങനെ പറയുന്ന 3 താപങ്ങളെയും നശിപ്പിക്കുന്നതാണെന്ന് സംസൂചിതം. സൂചിതം എന്ന് പറഞ്ഞാൽ ഉപദേശിക്കപ്പെട്ടു. സംസൂചിതം നന്നായി ഉപദേശിക്കപ്പെട്ടു. അതായത് നാരദ മഹർഷി പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരുന്ന് അവരെ പ്രവർത്തിപ്പിക്കുന്ന, അവരുടെ എല്ലാ പ്രവൃത്തികളെയും ചെയ്യിപ്പിക്കുന്നതിൻ്റെ നിയന്താതാവും സർവൈശ്വര്യ പരിപൂർണനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ആയിട്ടുള്ള ആ സർവേശ്വരനിൽ സർവകർമ്മങ്ങളും സമർപ്പിക്കുന്നത് തന്നെയാണ് ആധ്യാത്മികാദി 3 വിധ താപങ്ങളുടെയും തടുക്കുന്നതായ സിദ്ധൌഷധം എന്നുള്ള രഹസ്യത്തെയും അവർ എന്നോട് നന്നായി ഉപദേശിച്ചു. അതായത് എല്ലാ കർമ്മങ്ങളും നാം ഭഗവാന്റെ അനുഗ്രഹമില്ല, ഭഗവാന്റെ ഇച്ഛയില്ലാതെ നമുക്കൊരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഭഗവാൻ നൽകിയിരിക്കുന്ന ഈ മനസ്സുകൊണ്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും ആ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാനിൽ സമർപ്പിച്ച് നാം എല്ലാ കർമ്മവും ചെയ്താൽ അപ്പോൾ നമുക്ക് നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ താപത്രയങ്ങൾ ഉണ്ടാകും. 3 വിധത്തിലുള്ള ആദിഭൗതികം, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെ 3 തരത്തിലുള്ള വിഷമങ്ങളാണ് നമുക്കുണ്ടാവുക. അങ്ങനെയുള്ള 3 വിധത്തിലുള്ള വിഷമങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല. എപ്പോഴെന്ന് വെച്ചാൽ ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്താൽ എന്ന് നാരദരോട് ആ മഹർഷിമാർ ചാതുർമാസവ്രതത്തിന് വേണ്ടി വന്ന ആ മഹർഷിമാർ ഉപദേശിച്ചു തന്നു. അതും വെറുതെ ഉപദേശിക്കില്ല, നന്നായി ഉപദേശിച്ചു തന്നു. വളരെ സംസൂചിതം.
വളരെ വിശദമായി നന്നായി എനിക്ക് അവർ ഉപദേശിച്ചു തന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണമെന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം യദീശ്വരീ ഭഗവതി കർമ്മബ്രഹ്മണി ഭാവിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.